ഡയറക്റ്റ് ഓയിലിലേക്ക് നമ്മൾ കൈയിടാൻ വേണ്ടി പോകണം. ഡയറക്റ്റ് എണ്ണയിൽ തന്നെ കൈയിട്ടിട്ട് എടുക്കണം. ഇത് നമുക്ക് 2-3 ഒരുമിച്ച് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അവിടെ വെച്ച അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി തിളയ്ക്കുന്ന എണ്ണച്ചട്ടിയിൽ നിന്ന് എങ്ങനെ നമുക്ക് കൈയിട്ട് വട, ബജ്ജി, ബോണ്ട എന്നിവ ചുടാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം ഞാനല്ല എണ്ണച്ചട്ടി കൈയിടാൻ പോകുന്നത്, രതീഷാണ് കേട്ടാ. അപ്പോൾ നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ലേ, ഹിന്ദിക്കാരന്മാരുടെ നോർത്തിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ എണ്ണച്ചട്ടിയിലൊക്കെ കൈയിട്ട് സംഭവം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രിക്ക് എന്താണെന്ന്, ട്രിക്കൊന്നും ഇട്ടാ അതൊരു ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ചെറിയ 1-2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എണ്ണച്ചട്ടി നമുക്കും കൈയിടാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ആരും കൈയിടാൻ വേണ്ടി നോക്കണ്ട, ചിലപ്പോൾ പൊള്ളാൻ സാധ്യതയില്ല കേട്ടാ. അപ്പോൾ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് നമ്മളിത് പരീക്ഷണം നടത്താൻ വേണ്ടി പോണത്. ഞങ്ങളിതിന് മുന്നേ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് ഈ സംഭവത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതൊക്കെ വിജയിച്ചപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടാ. അപ്പോൾ നമ്മൾ ആംബുലൻസ് ഒക്കെ വിളിച്ച് നമ്മൾ പുറത്ത് നിർത്തിയിട്ടുണ്ട്. രതീഷാണല്ലോ കൈ ഇടുന്നത്. അപ്പോൾ കൈ ചിലപ്പോൾ പൊള്ളുകയാണെങ്കിൽ ആംബുലൻസ് കയറ്റിട്ട് നമ്മൾ നേരെ ജില്ലാ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കും കേട്ടാ. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ ഇതെന്താ സംഭവം അറിയോ, ഇത് നമ്മുടെ രതീഷിന്റെ RR സ്റ്റവ്, RR ഇന്നോവേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അത് ചൈനയിൽ നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണ്. നമ്മൾ ചൈനയിലേക്ക് പോയപ്പോലെ അതിന് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഇവിടെ എണ്ണക്കടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത് നമ്മൾ കുറേ കൊടുത്തിട്ടായിരുന്നു. നല്ല സൂപ്പർ അടുപ്പാണ്, നല്ലോണം കത്ത്. കാരണം ഒരു തുള്ളി തീ പോലും ഇതിൻ്റെ പുറത്ത് പോകാതെ ഫുള്ളായിട്ട് നമുക്ക് കത്തിക്കുന്ന തീ മുഴുവൻ നമുക്ക് ചട്ടിക്കന്നെ കിട്ടും. ചട്ടി നല്ല എപ്പോഴും ചൂടുണ്ടാവും. എണ്ണക്കടി ഉണ്ടാക്കുന്നവർക്ക് പ്രത്യേകം അറിയാം, അത് നല്ല ചൂട് ഇങ്ങനെ നിൽക്കണം. നമ്മൾ കടിയിട്ട് എടുക്കുന്നത് വരെയുള്ള ചൂട് നമുക്ക് അതിൽ നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കേണ്ട അടുപ്പല്ല ഇന്നത്തെ പരിപാടി. എങ്കിൽ കൂടെ ഒന്ന് പറഞ്ഞതാണ്. ഇതിൽ പിന്നെ വേറെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചീനച്ചട്ടി മുതൽ വലിയ ചീനച്ചട്ടി വരെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മാറ്റി ഒരു റിങ് കൂടെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ അടുപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലുള്ള അടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനകം രതീഷ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കുന്ന എണ്ണയിൽ കൈയിട്ട് എങ്ങനെ വട, ബജ്ജി, ബോണ്ട എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കാണിക്കുക എന്നുള്ളത്. നമ്മളിവിടെ റിയലായിട്ട് എന്ത് കാണിക്കാൻ പോകണം, ശരിക്കും ഉള്ളിവട ഇടാൻ വേണ്ടി പോകണം. എന്തായാലും ചായ കുടിക്കാനുള്ള സമയം. അപ്പോൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്നും അത് എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് കുറച്ച് നമുക്ക് ഉള്ളി മുറിക്കണം കേട്ടോ. ഉള്ളിയൊക്കെ നെട്ടൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് വേണം മുറിക്കാനായിട്ട്. എന്നാലേ നമുക്ക് എന്താവുള്ളൂ, ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പിരിന്ന് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളി ഇങ്ങനെ കുരുകുരാന്ന് നമുക്ക് മുറിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ കത്തിക്കളി കളിച്ചപ്പോൾ ഉണ്ടായ ഒരു സാധനമാണ് കേട്ടോ, കത്തി തട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി ഉള്ളിവട ഉണ്ടാക്കാം. ഞാനിവിടെ ഉള്ളി അരിയുമ്പോഴേ രതീഷ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ്ട. സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഉള്ളി ഇത്ര അരിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ കൊണ്ടേ. ചെറിയ ചളിയാണ്, കാര്യമാക്കണം. അങ്ങനെ പച്ചമുളക് റെഡി ആയിട്ടുണ്ട്. പച്ചമുളക് ഇതിൽ തന്നെ ഇടാം. ഇനി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് കറിവേപ്പില മതി. ആവശ്യത്തിന് ഉപ്പ് മതി. ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് ശരിക്കും നല്ല ടേസ്റ്റുള്ള ഉള്ളിവട നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ. ഉള്ളി ഇങ്ങനെ ഓരോന്നാകുന്ന വരെ ഇങ്ങനെ ഇളക്കണം. അതൊക്കെ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കട്ടെ. നല്ല അടിപൊളി ഉള്ളിവട നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് മസാല ഒന്നുമില്ല സാധനം. കുറച്ച് പെരിഞ്ചീരകം ഇങ്ങനെ ഞെരടി ഇടുന്നതാണ് നല്ലത്. അപ്പം നല്ല മണം ഉണ്ടാവും. മതി. ഇതിന് കുറച്ച് കടലമാവ്, ഒരുപാട് മാവ് ഇടാൻ വേണ്ട. ഇനി കുറച്ച് മൈദ മാവ്, അതും നമ്മൾ കടലമാവ് എത്രയാണോ ഇട്ടത് അതേ അളവിൽ തന്നെ മതി. ഇനി വെള്ളമൊന്നും ചേർക്കരുത്, ഇങ്ങനെ കുഴച്ചെടുക്കാം നമുക്ക്. ഈ ഉള്ളിയിലുള്ള നീരെന്നതിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അതാണ്ടാ ഇതിങ്ങനെ ആക്കിയാൽ മതി. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അധികം വെള്ളമായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ടയായി കളയും. കട്ടയായതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. മാവും അധികമാകരുത്. മാവ് ഒരു ലിമിറ്റിലാണ് ഉണ്ടാകാൻ പാടുന്നത്. അപ്പോൾ സംഗതി റെഡി ആയിട്ട് നമുക്ക് ഒരു അല്പനേരം മൂടി വയ്ക്കാം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കട്ടെ. ആദ്യം കുറച്ച് ചിരട്ടയിൽ നമ്മൾ കുറച്ച് കർപ്പൂരം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ വളരെ സിമ്പിളാണ്. അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. കർപ്പൂരം വെക്കുക, കുറച്ച് ചിരട്ട വയ്ക്കും. ഇങ്ങനെ കുറച്ച് ചിരട്ട വെച്ച് കൊടുത്താൽ എളുപ്പം നമ്മുടെ അടുപ്പ് പിടിച്ച് കിട്ടും. ഇനി കുറച്ച് പൊടി വറകൾ ഇത് കിട്ടും, പെട്ടെന്ന് പിടിച്ച് കിട്ടും. പിടിക്കട്ടെ. ഇനി നമുക്കിതിൽ ഒരു ബ്ലോവർ സെറ്റ് ചെയ്യാം. ഇതാണ് ഇതിനൊരു ബ്ലോവർ. ഇത് ബ്ലോവർ വയ്ക്കാനുള്ള ഒരു സാധനമാണ്. ഇതാണ് ചെറിയൊരു ബ്ലോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നല്ല അടിപൊളിയായിട്ട് കത്തിച്ചെടുക്കാം. ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റെഗുലേറ്റർ സാധനങ്ങളാണിത്. ഇനി നമുക്ക് ബ്ലോവർ കണക്ഷൻ കൊടുക്കാം. എന്താ സാധനം അവിടെ അടുപ്പ് അടിപൊളിയായി കത്താൻ പറയുന്നുണ്ട്. ഇനി മെല്ലെ ഇതുപോലെ ഓരോ കഷ്ണങ്ങൾ വിറക് വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിൽ കൂടി വെച്ച് കൊടുക്കുക. ഈ 2 പോർഷനിൽ കൂടി നമുക്ക് വിറക് വെച്ച് കൊടുക്കാം. 1, 2 ഇതാണ്. 2ൽ കൂടി നമുക്ക് വിറക് വെച്ച് കൊടുക്കാം. ഇനി ബ്ലോവർ ഇങ്ങനെ അഡ്ജസ്റ്റ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്താട്ടാ
അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. അത് നല്ല ഹൈ പ്രഷർ ബ്ലോവറാണിത്. ആ മതി. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് അടുത്ത പരിപാടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ ഈ ചട്ടി മാത്രമല്ല കേട്ടോ, നമ്മൾ റിങ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് 30 ഇഞ്ചിൻ്റെ സൈസുള്ള വലിയ ചട്ടി വരെ വെക്കാം അല്ലേ? അത്രയും വലിയ ചട്ടി നമുക്ക് വെച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ ചട്ടി വെക്കുന്നതുകൊണ്ട് നമ്മൾ റിങ് ഫുള്ളായിട്ടിരിക്കണം. ഇനിയിപ്പോൾ ഇതിലും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും? ആ ചെറുത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ചട്ടി വേണമെങ്കിൽ ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ചോളെ. ഒരു 10 ദിവസം ഉണ്ടാക്കി കിട്ടണമെങ്കിൽ അല്ലേ? അതിനുള്ള പണിയുണ്ട് ഇതിനകത്തിട്ടാ. അപ്പോൾ രതീഷ് സമയം എടുത്തിട്ട് പതുക്കെ ഉണ്ടാക്കി തരും. ഇനി ശുദ്ധമായ ഓയിൽ നമ്മുടെ ഉള്ളി വടക്കായിട്ടാ, നല്ല അടിപൊളി ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ഐസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. കുറച്ചേ ഉണ്ടാക്കുള്ളൂ, കുറച്ച് ഐസും മതി. ഇതാ അതന്നെ കളി. ഐസും അല്ലേ നല്ല തണുത്ത വെള്ളം അല്ലേ? ഇനി കുറച്ച് വെള്ളം ഒഴിക്കാതെ. അപ്പോൾ വെള്ളവും ഇതും കൂടിയിട്ട് ഐസും കൂടെ നല്ല തണുപ്പാവും. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നല്ല തണുത്ത ഐസ് വാട്ടർ കിട്ടും. അവിടെ ഇരിക്കണം, അത് മതി. അപ്പോൾ നമ്മുടെ എണ്ണ ഒരളവിന് ചൂടായിട്ടാ. ഈ ഉള്ളി വടക്ക് ഒരുപാട് ചൂടാൻ പാടില്ല. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഉള്ളിൻ്റെ വടൻ്റെ ഉള്ളു വേകില്ല, പുറം കരിഞ്ഞും പോകും കേട്ടോ. അപ്പോൾ ഒരളവിന് ചൂടായിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം ആദ്യം. അതിനെ സംഭവം ഇട്ടോ പടപടേന്ന് ഇട്ടോ. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ഉള്ളി വട കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പരത്തിയിട്ട് ഇങ്ങനെ അല്ലേ ഇങ്ങനെ ഇടും. ഇത് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. എവിടെ അറിയാം? ബേക്കറികളിലൊക്കെ അല്ലേ? പൊട്ടിത്തെറി ഇങ്ങനെ കറപുറന്ന് കിടക്കണ ഒരു തരം ഉള്ളി വട. വെന്ത് കഴിഞ്ഞങ്ങനെ പാറി മുകളിൽ വരും. മതി മതി മതി. ഇത് നമുക്ക് പതുക്കെ ഇളക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പൊട്ടി കറപുറന്നായി പോവേ. പതുക്കെ പതുക്കെ ഇങ്ങനെ മറിച്ചിടുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കാം. അടിപൊളി ഉള്ളി വട ഇതാടാ. ഇങ്ങനെ ഇരിക്കുന്ന സാധനം കേട്ടാ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഈ മാവ് കൂടുതലുണ്ടായില്ല, നല്ല പൊരു എന്നുള്ള ഒരു അടിപൊളി സാധനമാണ്. തിന്നങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും കേട്ടാ. അങ്ങനത്തെ സാധനമാണ്. എന്തായാലും ആവട്ടെ. ഇതിന് ഒരുപാട് ചൂട് പാടില്ല. മെയിനായിട്ട് ചൂട് പറഞ്ഞാൽ കത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അടുപ്പ്. ഒരു ലിമിറ്റ് ലേറ്റായിട്ട് ഇങ്ങനെ കത്തിയാൽ സാധനം പെട്ടെന്നാവും. അപ്പോൾ ഏകദേശം ആയില്ലേ? മതിയില്ലേ? മതി 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 മതി. അങ്ങനെ നമ്മുടെ ഉള്ളിപ്പൊക്കെ ഇവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്രൗൺ കളറായിട്ടാ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഈ പൊള്ളങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് അവസാനിക്കാനാകുമ്പോഴാണ് ശരിക്കും ഇത് ആയി എന്നുള്ളത് അല്ലേ? ഈ ചെറിയ ചെറിയ നമ്മൾ ആദ്യം ഇടുമ്പോൾ കുറേ പൊള്ളങ്ങൾ വരും. അപ്പോൾ ഈ പൊള്ളങ്ങൾ ഇങ്ങനെ അവസാനിക്കാനാകുമ്പോഴാണ് ഇതായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മൾ ആ എണ്ണച്ചട്ടിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ തിളക്കുന്ന എണ്ണയിൽ നമുക്ക് ഈ ഉള്ളി എടുക്കുക എന്നുള്ളതാണ്. വെറും കയ്യിലിട്ട ഒന്നുമില്ല, ഗ്ലൗസോ പരിപാടി ഒന്നുമില്ല. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത് ദയവ് ചെയ്തിട്ട്. ഇത് നമ്മൾ ഒരു പരീക്ഷണമൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ പുറത്താണ് ആംബുലൻസ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ആവുകയാണെങ്കിൽ കൊണ്ടുവരാം. ഒന്നും ആവുന്നില്ല എങ്കിലും ആരും പരീക്ഷിക്കരുത്. എണ്ണയാണ്, തിളക്കുന്ന എണ്ണയാണ്. ഏകദേശം 200 ഡിഗ്രിയോളം ചൂടുണ്ടാവും ഇപ്പോൾ ഈ എണ്ണ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കൈയിടാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ആദ്യം കലക്കി വെച്ച ഐസിൻ്റെ വെള്ളം ഉണ്ട്. ഈ ഐസിൻ്റെ വെള്ളം, നല്ല തണുത്ത ഐസിൻ്റെ വെള്ളം ഇങ്ങനെ കയ്യിലിങ്ങനെ മുക്കിയിട്ട് നല്ല തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഇതെന്താ നടക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരട്ടാ. ഇത് നമ്മൾ ഇതാ തിളക്കുന്ന എണ്ണയാണ്. അതാണ് ഇത് നമ്മളിതിന് എന്ത് കാണിക്കുക? നമ്മൾ പൊക്കോടെ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോകണതാ കേട്ടാ. ഒന്നും ആവുമോ ചോദിച്ചാൽ ആവില്ല, പക്ഷേ എണ്ണൻ്റെ ചൂടിനനുസരിച്ചിട്ട് ഈ സംഭവം ആക്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടാ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എണ്ണയിൽ തന്നെ കൈയിട്ടിട്ട് ഇതാണ്ടാ എടുക്കണം. അതുപോലെ ഓരോ തവണയും നമ്മൾ മുക്കുന്ന സമയത്ത് ചെറിയ ചൂട് നമുക്ക് അനുഭവപ്പെടും, എങ്കിലും വലുതായി ചൂടുണ്ടായില്ല. പക്ഷെ ആരും പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഈ സംഗതി ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ 2 കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതാ തിളക്കുന്ന എണ്ണയാണ് സാധനം. ഓരോ തവണ ഇങ്ങനെ മുക്കിയില്ലെങ്കിൽ സംഭവം പണി പാടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ട്രിക്കായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. എന്താണെങ്കിൽ നമ്മൾ എണ്ണയിലേ കൈയിടാൻ പോകുന്നതാണ്. എണ്ണൻ്റെ ഉള്ളിലാണ് നമ്മൾ കൈയിട്ടെടുത്തത്. അങ്ങനെ കാര്യമായൊരു ചൂടുണ്ടായില്ല. എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞത്, ഇതെങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതാണ് രതീഷ് പേടിയാ സംഭവേ. ഇത് നമുക്ക് 2-3 ഒരുമിച്ച് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അതാ ഇനി പ്രേക്ഷകർ ഇഷ്ടതാരമായ രതീഷാണ്. രതീഷും കൂടെ ആദ്യം കൈയിടാൻ പറഞ്ഞാൽ പേടിച്ചിരുന്നാ കേട്ടോ. ധൈര്യത്തിലുണ്ട്. ഞാൻ ഇട്ടപ്പോൾ പുള്ളിക്ക് പേടിയൊക്കെ മാറി തോന്നുന്നു. അങ്ങനെയുണ്ട്. ചൂടുണ്ടാ? ചെറിയൊരു ചൂടുണ്ടാ. അതാ അത്രയേ ഉള്ളൂ.
പക്ഷേ ആരും പരീക്ഷിക്കാൻ നിൽക്കരുത്, ആരും അനുകരിക്കരുത് കേട്ടാ. സംഭവം ചെറിയ ഡേഞ്ചറാണ്. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇത് മിസ്സായി പോയി കഴിഞ്ഞാൽ കൈ 100% പൊള്ളും, അത് ഉറപ്പാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാം തന്നെ എണ്ണച്ചട്ടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ചട്ടകം വേണ്ട എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ചൂടുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരാളിനെ കൊണ്ടുവന്നിട്ട് എടുത്തു നോക്ക്. ചൂടുണ്ട് സംഗതി ചൂടുണ്ട്. അപ്പം നമ്മുടെ ഈ കൈ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊറോട്ട കല്ലൊക്കെ ഉണ്ടല്ലോ, ആ പൊറോട്ട കല്ലിൽ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കണതാണ് അല്ലേ. വെള്ളം ഒഴിച്ചാൽ ചൂല് കൊണ്ടടിക്കും. അപ്പം നല്ല ചൂടായിരിക്കണ പൊറോട്ട കല്ല് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ വെള്ളത്തുള്ളികൾ പരന്നു പോലും ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ മുട്ടാണ് തെറിക്കില്ല. ആ ഒരു സംഭവമാണ് ഈ തണുത്ത വെള്ളം നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഇടുമ്പോൾ എണ്ണ ഒരു സെക്കൻഡ് മാറി നിൽക്കണം. ആ ഒരു സെക്കൻഡിനുള്ളിലാണ് നമ്മൾ ഈ പരിപാടി നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിക്കണം. ആ ഒരു സെക്കൻഡ് ഇടണോ ഇതാണ് ഇങ്ങനെ ഇടണോ എടുക്കണോ, ആ ഒരു സെക്കൻഡ് നമ്മുടെ മേത്തെന്താല്ല ഈ തണുത്ത വെള്ളമായതുകൊണ്ട് ഇത് നമ്മുടെ എണ്ണ നമ്മുടെ ഇതിൽ മുട്ടില്ല, അതുകൊണ്ട് ചൂടറിയില്ല. പക്ഷേ ഒരു സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 100% കൈ പൊള്ളും. അത് ഒരു കാരണവശാലും പരീക്ഷിക്കുന്നത്. അപ്പോൾ വലിയ ട്രിക്കോ മാജിക്കോ ഒന്നും അല്ലത്, ഇത് ഒരു സയൻസാണ് ശരിക്കും പറഞ്ഞത്. ഒരു സയൻസിൻ്റെ ഒരു പരിപാടിയാണ്. ആളുകൾ വലിയ ട്രിക്കാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, പക്ഷേ ട്രിക്കോ സംഭവങ്ങളൊന്നുമില്ല. എന്നെ തൊട്ട് നോക്ക്, ചൂടുണ്ടോ നോക്ക്, ചൂടല്ലേ? അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ. എന്തായാലും കഴിച്ച് നോക്ക്. സംഭവം അടിപൊളി. മണം വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നുട്ടാ. അടിപൊളി സാധനം കേട്ടോ. ഒരുപാട് മസാല സാധനം ഒന്നും ചേർക്കാത്ത ഫസലു. അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. ഇനി നമ്മൾ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അതും കൂടി ഉണ്ടാക്കിയെടുക്കാം അല്ലേ. നല്ലോണം കൈ തണുപ്പിക്കുക. നമ്മൾ എണ്ണൻ്റെ ഉള്ളിലേ ഇട്ടെടുക്കാൻ പോകുന്നതാ. എടാ അത്രയും ദൂരം നമ്മൾ എണ്ണയിലേക്കേ പോകണതാ. തണുക്കാതിരുന്നാൽ പണി പോകണമെന്നല്ല. എണ്ണ നല്ല ചൂടുള്ള തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രിക്ക്. ഒന്നുമില്ല, നല്ല തിളക്കണതല്ല, ചൂടായി നിൽക്കുന്ന എണ്ണയാണ്. ഡയറക്റ്റ് ഓയിലിലേക്ക് നമ്മൾ കൈയിടാൻ വേണ്ടി പോകുന്നതാണ്. എടാ ഒരു ജസ്റ്റ് സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് തൊലിയിലായി തൊളി പൊള്ളും. ഇത് നമ്മൾ നിങ്ങൾക്ക് സംശയം പൊള്ളലൊന്നും ഇല്ല കേട്ടോ. ഉള്ളു പരിപാടി ഒന്നുമില്ല, ഒന്നും ആയില്ല. അപ്പോൾ ഈ പരിപാടി ആരും അനുകരിക്കാൻ നിൽക്കേണ്ട, ഒരിക്കൽ കൂടി പറയാണല്ലേ. അതുപോലെ തന്നെ ഈ അടുപ്പിനെ കുറിച്ചുള്ള കൂടുതൽ നിങ്ങൾക്ക് അറിയണം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഒരു ചെറിയൊരു ബോക്സിൽ ഇവിടെ നിങ്ങൾ കാണിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുപ്പിനെ കുറിച്ച് പൂർണ്ണ വിവരം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ. ഒന്നുകൂടെ ബുക്ക്. അയ്യാ